വരണടാ വരുന്നു. ഗൈസ് ഞങ്ങളൊരു ഈവനിങ് വാക്കിന് ഇറങ്ങുവാണ്. ബേബി ഇറങ്ങാതിരിക്കാൻ വേണ്ടി അമ്മ ചെയ്തു വെച്ച പരിപാടിയാണ്. എന്ന് ഇതിൽ നിന്ന് ഇറങ്ങാൻ നോക്കിയാൽ എൻ്റെ കാലം എവിടെയെങ്കിലും കുരുങ്ങും. പോവാം. Come, let's go. ബാബായെ കാണാനാണോ പോനെ? ഞാൻ തുറക്കാം. നോക്കി നോക്കി പതിയെ. എവിടെ? അങ്ങോട്ടാണോ പോണേ? മുകളിലോട്ട് പോവാം. ബാ, അങ്ങോട്ട് പോവാം. എന്തിനാ പോണേ? ബാബായെ കാണാനാണോ പോണേ? അപ്പോൾ ഗായ്സ് കൊതു നല്ലോണം കൊതുകുണ്ട് റബ്ബറിൻ്റെ ഇടയിൽ വീടായതുകൊണ്ട്. അപ്പോൾ ഗായ്സ് ഞങ്ങളൊരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ്. ഈവനിങ് വാക്കിന് ഇറങ്ങിയെങ്കിലും നല്ലോണം കൊതു അടിക്കുന്നുണ്ട്. ഇങ്ങ് മുകളിലോട്ടങ്ങ് നടന്ന് കയറി പോവാണ് ബേബി. ബേബിയുടെ ഡയറക്ഷൻ മാറിപ്പോയി. അത് ഞങ്ങളുടെ പണിക്കാരാണ് കേട്ടോ. അത് ഫാമിലി ആയിട്ടാണ് നിൽക്കണേ. ഹസ്ബൻഡും വൈഫും മോനും. അവർക്ക് 2 മൂത്ത പിള്ളേരുണ്ട്. അവർ വേറെ എവിടെയും കൊണ്ടേക്ക് ജോലിക്ക് നിൽക്കുകയാണ്. ഇവരെ ചെറിയ മോനായതുകൊണ്ട് ഇവർ 3 ആളും കൂടിയാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത്. ബേബി വിളിച്ചപ്പോൾ ബേബി ചെന്നില്ല. ബാബാ കോഴി ഇവിടെ അല്ലടാ, കാരണം അങ്ങോട്ട് പോ. ബാബാ കോഴി അവിടെയാണുള്ളത്. പതിയെ ഇറങ്ങണേ, പതിയെ നോക്കി ഇറങ്ങണം. നോക്കി 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 വീടരുത്. പോയി. ഇപ്പോൾ ബേബി ബാബാ കോഴിയെ കാണാൻ പോണു. ഞങ്ങൾക്ക് മുന്നത്തെ നീലട കണ്ണ കൊതു അടിക്കണ്ട. മുന്നത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ടോട്ടലൊരു 9 ഷെഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 9 ഷെഡ് വരുന്നത് ഇങ്ങനെയാണ്. ഞങ്ങൾക്ക് 1.5-1.25 ഏക്കർ പുരയിടം ഉണ്ട്. അതിലാണ് 9 ഷെഡ് പറഞ്ഞത്. അത് ടോട്ടൽ മൊത്തത്തിൽ നിറച്ചു 9 ഷെഡ് വരെയല്ല ചെയ്യണേ. അതിൽ ഓൾമോസ്റ്റ് 1/4 വരെയും ബേബി കൈ പിടിക്കാൻ സമ്മതിക്കില്ല. വീടരുതേ. 1/4 വരെയും ഷെഡാണ്. പിന്നെ ബാക്കി അമ്മയുടെ വാഴ, തെങ്ങ്, കവുങ്ങ്, മരച്ചീനി, ചേമ്പ്, ചേന ഇതുപോലുള്ള കൃഷിയാണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ മുകൾ ഭാഗം. ഞങ്ങളുടെ ടാങ്ക് പറഞ്ഞാൽ ബ്ലാക്ക് കളറിലെ ടാങ്കിലാണ് കേട്ടോ ഞങ്ങൾ വെള്ളം പിടിക്കണേ. അതിനകത്ത് ഇന്നലെ ഒരു പെരിച്ചാഴി ചത്ത് കിടന്നു കേട്ടോ. പെരിച്ചാഴി മെനിങ്ങാന്ന് വീണതാണ്, ഞങ്ങൾ അറിഞ്ഞില്ല. അങ്ങനെ ബാബാ കോഴി അങ്ങനെ ഇന്നലെ ഞങ്ങൾ വെള്ളം ഞാനും ബേബിയും കൂടെ കുളിക്കാൻ കയറിയിട്ട് വെള്ളം തുറന്നപ്പോൾ സ്മെല്ല് പറഞ്ഞിട്ട് ടാങ്കിൽ പോയി നോക്കാമ്മ എന്ന് പറഞ്ഞ് അമ്മ പോയി നോക്കിയപ്പോഴത്തേക്കും ഏറെക്കുറെ തൊലിയൊക്കെ അഴുകി രോമൊക്കെ കൊഴിഞ്ഞ അവസ്ഥയിൽ പെരിച്ചാഴിയെ കണ്ടു. ഇവിടെ കുരങ്ങിൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് ബാബാ കോഴി ടാങ്കിൻ്റെ മൂടി കുരങ്ങൻ തുറന്നു വച്ചിരുന്നു. അങ്ങനെ കാക്കോത്തി ഇട്ടതാണോ അതോ അതുവഴി വന്ന് വീണതാണോ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ വയ്യ. ഏറെക്കുറെ അഴുകി തുടങ്ങിയായിരുന്നു. മെനിങ്ങാന്ന് വൈകുന്നേരം ഞങ്ങൾ ചെന്ന് നോക്കുമ്പോഴും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ടാങ്കിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അഴുകി തുടങ്ങിയായിരുന്നു. ഞങ്ങൾ ആ വെള്ളമാണ് കുടിച്ചത്, ബേബിയും ആ വെള്ളമാണ് കുടിച്ചത്. അതിലാണ് ഞങ്ങളെല്ലാം കുക്ക് ചെയ്തത്, കുളിച്ചത്, പല്ല് തേച്ചത്, മൊത്തവും കാര്യങ്ങളും അതിലാണ് നടന്നത്. പിന്നെ വാരിക്കെട്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു, മെഡിസിൻ എടുത്തു. ബേബിക്ക് ഞങ്ങൾക്ക് 4 പേർക്ക് കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ 4 പേർക്കും ആൻറ്റിബയോട്ടിക്കൊക്കെ തന്നു. അപ്പോൾ അത് കഴിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ നിൽക്കണേ. പണിക്കാരൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് ബേബി മുന്നോട്ട് നടക്കുന്നില്ല. ചത്ത കോഴിയുടെ ഫോട്ടോ എടുക്കുന്നതാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇപ്രാവശ്യം മൊർട്ടാലിറ്റി കുറച്ച് കൂടുതലാണ്.
ചാക്കിൽ കെട്ടിയിട്ട് പുറത്തുകൊണ്ടേ കളയാണേ ചെയ്യണേ. ഒരു കുഴിയുണ്ട്, വേസ്റ്റ് ഇടാനായിട്ടൊരു കുഴിയുണ്ട്. അപ്പോൾ ആ കുഴിയിലാണ് കേട്ടോ കളയണേ. പിടിച്ചോ, എന്നെ പിടിച്ചോ, വീഴും. ഇത് മറ്റേ ആന ചാമ്പ എന്ന് പറയും, ആഫ്രിക്കൻ ചാമ്പയോ. നമ്മൾ സാധാരണ നാട്ടിൽ ആന ചാമ്പ എന്ന് പറയും. എൻ്റെ പേര് ആഫ്രിക്കൻ ചാമ്പ എന്തോ അങ്ങനെ എന്തോ ആണ്. അതാണ് അതിൻ്റെ പൂവ്. കായ്ച്ചാലും കിട്ടത്തില്ല. ഇവിടെ ജോലിക്കുള്ള ആൾക്കാരുടെ പിള്ളേർ പറിച്ച് കഴിക്കും. പോരാഞ്ഞിട്ട് അതിന് വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ഒരുമാതിരി വെള്ളം പോലെയാണ് ഇരിക്കണേ. അതിൻ്റെ അപ്പുറത്ത് ഈട്ടിയാന്ന് തോന്നുന്നു ആ മരം, ഈട്ടിമരം. വീണു. ഈട്ടിമരമാണ്. അതിൻ്റെ അപ്പുറത്ത് നിൽക്കണത് എനിക്ക് തോന്നുന്നു പീനട്ട് ബട്ടറിൻ്റെ മറ്റേ ഫ്രൂട്ടിൻ്റെ മരമാണ് അതിൻ്റെ അപ്പുറത്ത് നിൽക്കണേ. ഇതാണ് ഞങ്ങളുടെ ഷെഡ് പറഞ്ഞേ. ബാബാ കോഴിയാണോ ഷെഡ് നിറയെ? അപ്പോൾ എനിക്കൊന്നും 20 ദിവസവും കൊണ്ടായി. അപ്പം ഷെഡ് നിറയെ പൊടിയാക്കി ഷെഡ് ഫുള്ള്, ചെറിയ ഷെഡുകളിലെല്ലാം ഫുള്ളാക്കി. ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഷെഡുകളിലെല്ലാം പാതി വരെ ആക്കിയിട്ടാണ് കേട്ടോ കോഴി ഇട്ടേക്കണേ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കെന്നും ഈ കറുത്ത ടീഷർട്ടേ ഉള്ളൂന്ന്. ഏറെക്കുറെ 4-5 വീഡിയോ ഒരു ദിവസം എടുക്കണതാണ് കേട്ടോ. എനിക്ക് പലപ്പോഴായിട്ട് വീഡിയോസ് എടുക്കാൻ ബേബിയെ കൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ക്ലൈമറ്റ് നല്ലതായിരിക്കണം. പിന്നെ എൻ്റെ നടുവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി, എൻ്റെയും ബേബിയുടെയും സൗകര്യം നോക്കി ബേബിയുടെ നല്ല മൂഡ് അനുസരിച്ച് ഇറങ്ങാൻ പറ്റുള്ളൂ. അതാണ് കേട്ടോ ഒരു ഡ്രസ്സിൽ തന്നെ പല വീഡിയോസ് പറഞ്ഞേ. പിന്നെ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ സാധാരണ റിപ്പീറ്റ് ചെയ്താണല്ലോ ഇടുക. ഒരു 5 ടീഷർട്ടും 2 പാവാടയോ 4 പാവാടയോ അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതൊക്കെ റിപ്പീറ്റ് ചെയ്തിടലാണല്ലോ. ഇപ്രാവശ്യം തെങ്ങിലൊന്നും തേങ്ങയില്ല. കുരങ്ങൻ്റെ ശല്യം കാരണം ഒന്നുമില്ല, ഒന്നും കിട്ടക്കുമില്ല. തേങ്ങ ആയാലും കൊച്ചങ്ങയോ കരിക്കോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അതിനെ കുരങ്ങ് നശിപ്പിക്കും. ഒന്ന് പറിച്ച് കളയുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്യും. തേങ്ങ ആവാൻ വേണ്ടിയിട്ടുണ്ടാകത്തില്ല. തേങ്ങ ആയിക്കഴിഞ്ഞാൽ പറിക്കാൻ ആളില്ലാതെ അത് കൊഴിഞ്ഞ് തറയിൽ വീണ് പന്നി കുത്തി തിന്നുകൊണ്ട് പോകും. അങ്ങനെ ഞങ്ങൾക്ക് മൊത്തത്തിൽ ഒന്നും കിട്ടത്തില്ല പുരയിടത്തു നിന്ന്. പന്നിയുടെയൊക്കെ ശല്യം ഇതാണ് ഞാൻ പറഞ്ഞേ, വീഴുമെന്ന്. അമ്മ പിടിക്കാൻ പറഞ്ഞില്ലേ? എടുക്കണോ? എടുക്കട്ടെ. പന്നിയുടെയൊക്കെ ശല്യം നല്ലോണം ഉള്ളതുകൊണ്ട് വാഴയും വാഴക്കൊലയും ഒന്നും കിട്ടത്തില്ല. ഈ അടുത്തായിട്ട് നല്ല ശല്യമുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് എനിക്ക് തോന്നുന്നു പന്നി വലിയ വരക്കം ഇല്ലയെന്ന്. അറിയാൻ വയ്യ. കഴിഞ്ഞ മാസമൊന്നും ഒരു തേങ്ങ പോലും കിട്ടിയില്ല. ഒന്നും കിട്ടത്തില്ല. ചക്കയും മാങ്ങയും തേങ്ങ ഒന്നും കിട്ടത്തില്ല. ഒരു മരം നടാൻ ഒരു തെങ്ങിൻ്റെ തയ്യോ അല്ലെങ്കിൽ ഒരു വാഴയോ ഒരു ചേമ്പോ ഒരു ചേനയോ ഒന്നും നടാനൊക്കത്തില്ല ഈ ജീവിയെ കാരണം. മണ്ടയിൽ കൂടെ കുരങ്ങും, താഴെ കൂടെ പന്നിയും. എന്താ സുഖം. പിന്നെ എങ്ങനെ പുരയിടത്തിലല്ലോ ഉണ്ടാവും. ബേബി പിടിച്ചില്ലേ വീഴും കേട്ടോ. നോക്കി തറയിൽ നോക്കി നടന്നു വാ. ബേബി പിടിക്കാനേ സമ്മതിക്കണില്ല. പതിയെ നടന്നു വന്നാൽ മതി. പതിയെ നടന്നു വാ. ഇതാണ് കേട്ടോ ഷെഡ് പറഞ്ഞേ. ഈ കാണുന്ന ഷെഡാണ് ലാസ്റ്റ് ഷെഡ്. വീടിൻ്റെ താഴെയും വീടിന് തൊട്ടടുത്തായിട്ടും 2 ഷെഡ്. ബാക്കി ഈ വരുന്ന 3, 6, 7 ഷെഡ്. അങ്ങനെ മൊത്തം ടോട്ടൽ 9 ഷെഡ്. ഇത് ഞങ്ങളുടെ ആസാമിൽ ഞങ്ങളുടെ പണിക്കാർ താമസിക്കുന്ന വീടാണേ. അവർക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്താണ്. ഒരു ബെഡ്റൂമും ഒരു കിച്ചണും അപ്പുറത്തെ സൈഡിലായിട്ടൊരു ബാത്റൂമും അങ്ങനെയാണ് ചെയ്തേക്കണേ. അവർ നട്ടുവച്ചേക്കണ പച്ചമുളകും കാര്യങ്ങളൊക്കെ അമ്മയും വന്നെടുക്കാറുണ്ട്. നമ്മളങ്ങനെ ആയിരിക്കണമല്ലോ. അമ്മയും എടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ കാണുന്ന പ്രോപ്പർട്ടി എന്ന് പറയണേ, കണ്ണവാ പിടിക്കട്ടെ, പതിയെ. ഈ ഷെഡിന് താഴെ വരുന്ന പ്രോപ്പർട്ടി അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ബേബിയും കൊണ്ട്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ബേബിയും കൊണ്ട് വന്നത് ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പം താഴോട്ട് അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. ഈ കാണുന്നത് ഈ വാഴയും കാര്യങ്ങളൊക്കെ കാണുന്ന അങ്ങോട്ട് ബാക്കിയുള്ളൊരു 3/4 ഏക്കർ മൊത്തം അമ്മയുടെ കൃഷിയും കാര്യങ്ങളാണ്. മൊത്തം കാട് പിടിച്ച് കിടക്കുവാണ്. കാട് ഇളക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ അവിടെ വീണനെ കാടെടുക്കാനായിട്ട് അങ്ങനെ കാട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഫണ്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു 4 പേരെയൊക്കെ നിർത്തി കാടെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പൈസ ചിലവാകും. അതിനും വേണ്ടി പൈസയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അതുകൊണ്ടാണ് കാടെടുക്കാതെ. വീണു പോവും. കാടായതുകൊണ്ട് ബേബിയും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങി കാണിക്കാൻ പറ്റത്തില്ല. ചിച്ചി. ഇത് ഞങ്ങളുടെ പഴയ കോഴിക്കൂടാണ് കേട്ടോ. ഇപ്പോൾ കോഴിയും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഒരു നട്ടേക്കണ പച്ചമുളകിൽ കാച്ചി നിൽപ്പുണ്ട്. മാവും ഒരു മരവും ഇപ്രാവശ്യം കായ്ക്കുന്നില്ല. ഇത്രയൊക്കെ സ്ഥലം ഉണ്ടല്ലോ, ഇത്രയൊക്കെ വരുമാനം ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. വെറുതെയാണ്. അമ്മയ്ക്ക് ഞങ്ങൾ 3 പെൺമക്കളാണ്. എൻ്റെ അമ്മ സിംഗിൾ പാരൻ്റാണ്. ഡിവോഴ്സാണ്. എനിക്കൊരു 9 മാസം ഞാൻ ചെറുതിലേ ആയിരിക്കണം. ഇവനിപ്പം
1.5 വയസ്സ്. അവനേക്കാളൊക്കെ ഒത്തിരി ചെറുതില്ലേ. 9 മാസം പ്രായമുള്ളപ്പോൾ എൻ്റെ അമ്മ തിരിച്ച് വീട്ടിൽ വന്നതാണ്. ഞങ്ങൾ 3 മക്കളെയും കൊണ്ട്. ഞങ്ങൾ 3 പെൺമക്കളാണ്. അപ്പം എൻ്റെ 2 ചേച്ചിമാരുടെ കല്യാണവും ഞങ്ങളുടെ 3 ആളുടെ പഠിത്തവും വേറെ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കാരണം ഒത്തിരി ക്യാഷ് ഇതിനിടയിൽ ഇറക്കേണ്ടി വന്നു. അതേപോലെ ഈ 9 ഷെഡ് ചെയ്തതിൽ വീടിനടുത്തുള്ളൊരു ഷെഡും വീടിൻ്റെ താഴത്തെ ഷെഡും മാത്രമേ ഞങ്ങൾക്ക് മുന്നേ ആദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഈ ഒരു 7 ഷെഡ് ചെയ്തതിൽ 10-30 ലക്ഷം രൂപ അമ്മയ്ക്ക് ഇറങ്ങി. ഈ പ്രോപ്പർട്ടി മൊത്തം റബ്ബറായിരുന്നു. റബ്ബർ മൊത്തം പുഴുത് കളഞ്ഞ് ഇടിച്ച് നിരത്തി ഷെഡ് ചെയ്തപ്പോൾ 10-30 ലക്ഷം രൂപ അങ്ങനെ ഇറങ്ങി. ചേച്ചിമാരുടെ കല്യാണമൊക്കെ അത്യാവശ്യം ലാവിഷായിരുന്നു. ലാവിഷ് മീൻസ് ആദ്യത്തെ ചേച്ചിയുടെ കല്യാണം പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു, ഇലവുപാലം പള്ളിയിൽ വെച്ചിട്ടായിരുന്നു. അതിന് വലിയ ചിലവും കാര്യങ്ങളൊന്നും വന്നില്ല. ഗോൾഡ് എടുക്കലും കാര്യങ്ങളൊക്കെ ചിലവ് എന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നുള്ളൂ. ചിലവുണ്ടായിരുന്നു, ഇല്ല എന്നല്ല. അന്ന് പക്ഷേ സ്വർണ്ണത്തിനൊക്കെ വില കുറച്ചുകൂടെ കുറവായിരുന്നു. രണ്ടാമത്തെ ചേച്ചിയുടെ കല്യാണം അത്യാവശ്യം ലാവിഷായിരുന്നു. 10,000-3,500 പേരെയൊക്കെ വിളിച്ചിട്ടാണ് ഞങ്ങൾ കല്യാണം നടത്തിയത്. അതേപോലെ ഒരു വീട്ടിലെ ഓരോരുത്തരുടെയും തലയെണ്ണി ഡ്രസ്സ് എടുക്കുക, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുക, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒത്തിരി ക്യാഷൊക്കെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ 3 പെൺമക്കളുടെ പഠിത്തം, ഒരമ്മ ഒറ്റയ്ക്ക് 3 പെൺമക്കൾ വളർത്തി വിടുക, പഠിപ്പിക്കുക, ഞങ്ങൾക്ക് 3 ആൾക്കും നല്ല വിദ്യാഭ്യാസം തരിക, നല്ല രീതിക്ക് വളർത്താൻ. ഞങ്ങളൊന്നും ഒരു കുറവ് അറിയാതാണ് കേട്ടോ വളർന്നത്. അച്ഛനില്ലാന്നൊരു കുറവല്ലാതെ അതും ഞങ്ങളുടെ അമ്മ ഞങ്ങളെ അറിയിക്കാൻ ശ്രമിച്ചിട്ടില്ല. വീട്ടിൽ ഞങ്ങളത് അറിഞ്ഞിട്ടില്ലെങ്കിലും പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾ നല്ലോണം അറിഞ്ഞിട്ടുണ്ട്. ആൾക്കാരുടെ കുത്തുവാക്കുകളും സംസാരങ്ങളൊക്കെ ഞങ്ങളെ നല്ലോണം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലും അമ്മ ഞങ്ങളെ അതൊന്നും അറിയിച്ചിട്ടില്ല, ഒരു കുറവും അറിയിച്ചിട്ടില്ല. നല്ലോണം നോക്കിയിട്ടുണ്ട്, നല്ലോണം വളർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചിലവുകളിൽ ഈ 1.5 ഏക്കർ ബാങ്കിൽ ലോണിലാണ്. 24 ലക്ഷം രൂപയോളം ലോണും പിന്നെ അതിൻ്റെ പലിശയൊക്കെ വരുന്നുണ്ട്. ചുമയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ബാധ്യതയിലാണ്. ബാധ്യത വിളിച്ച് പോയി കാണിക്കുന്നതല്ല കേട്ടോ, കാർഡെടുക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം പറഞ്ഞാണ്. പിന്നെ എൻ്റെ കല്യാണത്തിന് മാമച്ചിമാരൊക്കെ മാമച്ചിയൊക്കെ സഹായിച്ചിട്ടാണ് എൻ്റെ കല്യാണം നടക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യനുള്ളതുകൊണ്ട് എൻ്റെ കല്യാണം നടന്നു. പിന്നെ ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടിയിട്ടാണ് എൻ്റെ കല്യാണം. എൻ്റെ ഫ്രണ്ട്സിൽ ഒരാൾ ക്യാമറമാനായിരുന്നു. അവൻ ക്യാമറയുടെ ബാക്കി കാര്യങ്ങൾ നോക്കി. ഒരാൾ വണ്ടി ഓടലും ബാക്കി പരിപാടികളും ഒക്കെ നോക്കി. അമ്മ കാറ്ററിങ്ങും കാര്യങ്ങളും നോക്കി. ഡ്രസ്സ് എടുക്കലും ബാക്കി പരിപാടികളും എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ ഇറക്കി. പിന്നെ എന്താ സ്വർണ്ണം എടുക്കൽ അമ്മ നോക്കി. അങ്ങനെ സ്വർണ്ണം എടുക്കൽ മൊത്തം അമ്മ നോക്കി. ക്യാഷ് മാമച്ചിയാണ് കേട്ടോ തന്നത്. അമ്മ നോക്കിയെന്നേ ഉള്ളൂ, ക്യാഷ് മാമച്ചിയാണ് കൊടുത്തത്. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ലൈഫ് പോണത്. ഇപ്പം ഞാൻ വീടും പെരയിടം കാണിക്കാൻ തുടങ്ങിയതാണ്, മൊത്തം ദാരിദ്ര്യത്തിലാണ് അവസാനിച്ചത്. പറയണ്ടെന്ന് വിചാരിച്ചാണ്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാൻ. എനിക്ക് നല്ലോണം ചുമയുണ്ട്. എലി വീണതിൻ്റെ ചുമയല്ല, ഇതിന് മുന്നേ ജലദോഷം ഉണ്ടായിരുന്നു. അപ്പോൾ എലി വീണതിൻ്റെ ഭാഗമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ബേബി ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ 2 ദിവസത്തിനകത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കാഷ്വാലിറ്റി ഉള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻറ്റിബയോട്ടിക് കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. സാറിന് നടക്കാൻ പറ്റുന്നില്ല, പുല്ല് കാലി തട്ടുന്നു. അങ്ങനെ ഞങ്ങൾ ഈ പ്രോപ്പർട്ടി സെയിലിന് വെച്ചേക്കുവാണ്. അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ വന്ന് കാണുന്നുണ്ട്. അത്യാവശ്യം വിലയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉടനെ കൊടുത്ത് ഞങ്ങൾ എങ്ങോട്ടെങ്കിലുമൊക്കെ മാറുന്നൊരു പരിപാടിയിലോട്ടൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല ബാധ്യതയുണ്ട് അമ്മയ്ക്ക്. ഒറ്റയ്ക്ക് നോക്കിയത് കൊണ്ടും ചിലരമ്മയെ നല്ലോണം പറ്റിച്ചുകൊണ്ട് പോയത് കൊണ്ടും പുള്ളിക്കാരി പാവമാണ് കേട്ടോ. പെട്ടെന്ന് എല്ലാവരെയും വിശ്വസിക്കും. അങ്ങനെ ആൾക്കാർ പറ്റിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഒത്തിരി പൈസ. ഇതിന് മുന്നേ ഒരു 50 സെൻറ്റ് വിറ്റിട്ടാണ് കുറേ കടങ്ങളൊക്കെ തീർത്തത്. പിന്നെ എല്ലാവരെയും വിശ്വസിക്കാൻ പാടില്ല. ചിരിക്കുന്നവരെല്ലാം നല്ലതല്ല എന്ന് പറയുന്നത് പോലെ എൻ്റെ അമ്മ ചിരിക്കുന്ന എല്ലാവരെയും വിശ്വസിക്കുമായിരുന്നു. ഒരുപാട് പേര് പറ്റിച്ചു, സ്വയം പറ്റിക്കപ്പെട്ടു. അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ ആയത്. പിന്നെ പുള്ളിക്കാരി ആയതുകൊണ്ടും പുള്ളിക്കാരിയുടെ മനസ്സിൻ്റെ ധൈര്യവും കടുപ്പവും കൊണ്ടും ഞങ്ങൾ 3 പെൺമക്കളും വളർന്നു. പേരുദോഷമൊന്നും കേൾപ്പിക്കാതെ ഞങ്ങൾ 3 ആളും ആരുടെയെങ്കിലും കൂടെ ഇറങ്ങി പോകാതെ അമ്മയ്ക്ക് കല്യാണം കഴിപ്പിച്ച് വിടാൻ പറ്റി. സന്തോഷത്തോടെ കല്യാണം കഴിപ്പിച്ച് വിടാൻ പറ്റി. ഞങ്ങൾ 3 ആളും നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. അമ്മ ഹാപ്പിയാണ്, ഞങ്ങൾ ഹാപ്പിയാണ്. പിന്നെ ഇച്ചിരി കടമുണ്ട്, ദൈവം സഹായിച്ചത് എന്തെങ്കിലും തീരുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ എവിടെ പോണ്? പോണ് അങ്ങോട്ടല്ല, വീട് താഴോട്ടാണ്. ഇങ്ങോട്ട് പിടിച്ചോ, കൈ പിടിച്ചോ. ഇവിടെ മുകളിലൊരു പെരയിടത്തിൽ റബ്ബർ മുറിച്ച് അങ്ങനെ അവിടെ മഴയുടെ സമയത്താണ് കേട്ടോ മുറിച്ച്. കാണത്തുണ്ടോ?
അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം അവിടെ റബ്ബറായിരുന്നു. അപ്പോൾ അത് മുറിച്ചപ്പോഴത്തേക്കും അത് തൊളി ആയി റോഡ് മൊത്തം. അപ്പോൾ വെയിലൊക്കെ അടിച്ചപ്പോഴത്തേക്ക് മണ്ണിങ്ങനെ വീണ് കഴിഞ്ഞാൽ ഞാൻ എടുക്കത്തില്ലേ, മണ്ണിങ്ങനെ ഇളകി കിടക്കുന്നുണ്ട്, തെന്നി പോവും കാല്. അപ്പം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ കൊട്ടാരത്തിലെത്തി. ഞങ്ങളുടെ കൊട്ടാരത്തിലെത്തി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി കുടുംബവിശേഷവും ദാരിദ്ര്യം പറച്ചിലും ഒക്കെ അടുത്ത വീഡിയോയിലാവാം. ദാരിദ്ര്യം ഉള്ളതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. പിന്നെ വിളിച്ച് കൊട്ടിഘോഷിക്കൊന്നുമല്ല. പിന്നെ ഒത്തിരി കഥകൾ ഇതിൻ്റെ പുറകിൽ പറയാനൊക്കെ ഉണ്ട്. അങ്ങനെ പറഞ്ഞ് ഒന്നിത്തൊട്ട് പറഞ്ഞങ്ങ് പോണേയാണ്. മനഃപൂർവ്വം പറയണമെന്ന് വിചാരിക്കണമല്ല. എവിടെ പോണ്? ഇങ്ങോട്ട് കയറാൻ, വീട്ടിൽ കയറാൻ. വീട്ടിൽ കയറാൻ, ഇങ്ങോട്ട് കയറാൻ. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. ഞാൻ പോണു. ബൈ ബൈ. അപ്പോൾ ഗായ്സ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നിപ്പോൾ ജൂലൈ 30. ഇത് പോസ്റ്റ് ചെയ്യണേ എന്നാണെന്ന് അറിയത്തില്ല. ഓഗസ്റ്റ് 15-നായിരിക്കും മിക്കവാറും പോസ്റ്റ് ചെയ്യണേ. അതുകൊണ്ട് എന്നാണ് പോസ്റ്റ് ചെയ്യാമെന്ന് അറിയത്തില്ല. ക്യാമറ ഇവിടെ ആയിരിക്കണേ, പക്ഷെ ഞാൻ നോക്കണില്ല അവിടെയാണ്. എന്താ? അപ്പോൾ ബൈ ഗായ്സ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്യുന്നുള്ള വിശ്വാസത്തോടെ ഞാൻ എന്തെങ്കിലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ശ്വാസം മുട്ടുന്നു ഇത്രയും ദൂരം നടന്നപ്പോഴേ. ചുമയും ജലദോഷവും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് ബേബി എടുക്കുകയും ചെയ്തു. അങ്ങനെ ശ്വാസം മുട്ടണു. ഇവിടെ ഒരുത്തൻ കയറ്റി തള്ളി തുറക്കുന്നു, കുറ്റിയിടുന്നു. അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി കുറ്റിയിട്ട് വയ്ക്കുന്നു. അപ്പോൾ ഗായ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ദയവ് ചെയ്ത് എന്നെയും കൂടി ഒന്ന് പ്രൊമോട്ട് ചെയ്യൂ. എന്നെയും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യൂ, എന്നെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ ഗായ്സ് ആരോ ഇവിടെ സംസാരിച്ചു. അപ്പോൾ ഗായ്സ് ബൈ. സി യു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. അടുത്ത വെറുപ്പ് വീഡിയോ ആയിട്ട് ഉടനെ വരുന്നവരെ ബൈ. സി യു. കണ്ണ ബൈ സി യു പറഞ്ഞേ. പറയേ ബൈ എന്ന് പറയേ. ബൈ. പോരുത്തേ എവിടെ? പോരുത്തേ.